ബഹുമാനപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് കഥയെഴുതി സ്വയം കഥയായി മാറിയ മനുഷ്യൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ്. ഇന്ന് ജൂലൈ 5, നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ അഥവാ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിവസം. വൈക്കം താലൂക്ക് തലയോളപ്പറമ്പിൽ പിതാവ് കായി അബ്ദുറഹ്മാന്റെയും മാതാവ് കുഞ്ഞാത്തുമ്മയുടെയും മൂത്തമകനായിട്ടാണ് ബഷീറിന്റെ ജനനം. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ഗാന്ധിജിയെ കാണാൻ കോഴിക്കോട് എത്തിയ അദ്ദേഹം ഉപ്പുസത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിലിലായി. കഥയെഴുത്തുകാരൻ മാത്രമായിരുന്നില്ല ബഷീർ, സ്വാതന്ത്ര്യസമര സേനാനി കൂടിയായിരുന്നു. സഞ്ചാരി, സൂഫി, സന്യാസി, കച്ചവടക്കാരൻ, കുസ്തിക്കാരൻ തുടങ്ങി പല വേഷങ്ങൾ. എല്ലാ വേഷത്തിന്റെ ഇടയിലും ആ പച്ചമനുഷ്യന് നന്മയുടെയും സ്നേഹത്തിന്റെയും മാറ്റമില്ലാത്ത ഒരു സ്വരൂപം ഉണ്ടായിരുന്നു. പട്ടിണിക്കാരന്റെയും പാവപ്പെട്ടവന്റെയും ചിന്തകളും വികാരങ്ങളും ആയിരുന്നു ബഷീറിന്റെ സാഹിത്യലോകം. ഒന്നും എവിടെ നിന്നും കടമെടുത്തതല്ല, സ്വന്തം ജീവിത പരിസരങ്ങളിൽ നിന്ന് കണ്ടെടുത്തതാണ്. സമൂഹത്തിൽ നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചു. കേന്ദ്ര, സംസ്ഥാന അവാർഡുകൾ ലഭിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. പ്രേമലേഖനം, ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ശബ്ദങ്ങൾ, ഭൂമിയുടെ അവകാശികൾ, എന്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു തുടങ്ങി പ്രധാനപ്പെട്ടവയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ. സംസാര ഭാഷയിലെ വെറും സാധാരണ വാക്കുകൾ കൊണ്ട് സാഹിത്യ മായാജാലം കാണിക്കുന്ന ബഷീറിനെ ഓർമ്മിക്കുന്നത് തന്നെ ഒരു പുണ്യാനുഭവമാണ്. തന്റെ ജീവിതത്തിലെ കടുത്ത ദാരിദ്ര്യവും ജയിൽവാസവും അലച്ചിലുകളുമെല്ലാം ബഷീർ തന്റെ കൃതികളിലേക്ക് പകർത്തിവെക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ടുതന്നെയാണ് ആ കഥകൾ വായിക്കുമ്പോൾ നമ്മുടെ നെഞ്ചിൽ തട്ടുന്നതും കണ്ണു നിറയുന്നതും. സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത കഠിനമായ പദപ്രയോഗങ്ങൾക്ക് പകരം മലയാളികൾ നിത്യജീവിതത്തിൽ സംസാരിക്കുന്ന ഭാഷയെ സാഹിത്യ ഭാഷയാക്കി മാറ്റിയ പ്രതിഭയായിരുന്നു അദ്ദേഹം. ആനവാരി രാമൻ, പൊൻകുരിശ് തോമ, മണ്ടൻ മുത്തപ്പൻ, എട്ടുകാലി മമ്മൂഞ്ഞ് എന്നിങ്ങനെ അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്നു. മനുഷ്യരെ മാത്രമല്ല, ഈ ഭൂമിയിലെ കാക്കയും പൂച്ചയും പാമ്പും ഉൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളെയും സ്നേഹിക്കണമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ലെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു ബഷീർ. മലയാള സാഹിത്യത്തിന് ലോകത്തിനു മുന്നിൽ ഒരു വലിയ വിലാസമുണ്ടാക്കിക്കൊടുത്ത ഈ മഹാനായ എഴുത്തുകാരൻ 1994 ജൂലൈ 5 ഈ ലോകത്തോട് വിട പറഞ്ഞത്. എങ്കിലും അദ്ദേഹം അവശേഷിപ്പിച്ചുപോയ അനശ്വരമായ കൃതികളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ബേപ്പൂർ സുൽത്താൻ ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ആ വലിയ മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.